മലപ്പുറം മങ്കടയിൽ ടിപ്പർ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. പരിക്കുകളില്ലാതെ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗോകുൽ കെ വേണുഗോപാലാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ടിപ്പർ എങ്ങനെയാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്? ഡ്രൈവർ കാര്യമായി പരിക്കൊന്നുമില്ലോ അല്ലേ? ഭാഗ്യം. ഹാഷ്മി, മങ്കട വെണ്ണക്കോട് പട്ടിയിൽ പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഇന്നലെയായിരുന്നു അപകടം നടന്നത്. ഈ ചെങ്കല്ലുമായി വരുന്ന ലോറിയാണ് വളവിൽ വെച്ച് ഒരു കുത്തനെയുള്ള ഇറക്കമായിരുന്നു. അവിടെ നിന്ന് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ ലോറിൽ ടാറിടാത്തൊരു റോഡാണ്. അവിടെ ലോറിയുടെ ടയർ ഗ്രിപ്പ് കിട്ടാതിരിക്കുകയും അവിടെ ഒരു വളവ് വരുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുള്ള മണ്ണിട്ടയിൽ ഇടിച്ചു മറിയുകയായിരുന്നു. എന്തായാലും ഈ അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ദൃശ്യം കാണുമ്പോൾ എന്തായാലും പേടിയാവും. കാരണം ആ ലോറി ഇറങ്ങി വരുന്നപ്പോൾ തന്നെ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അവിടെ ഒരു വളവ് കൂടെ വന്ന സമയത്ത് ലോറി നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഡ്രൈവർക്കുണ്ടായി. പിന്നീടാണ് സൈഡിലേക്ക് തിരിച്ച് ഒരു മണ്ണിട്ടയിൽ ഇടിച്ച് നിൽക്കുന്നത്. പിന്നീട് ലോറി വശങ്ങളിലേക്ക് മറിയുകയായിരുന്നു. വളരെ പെട്ടെന്ന് നാട്ടുകാർ ഓടിക്കൂടി ഡ്രൈവറെ ലോറിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. വലിയ അപകടമൊന്നും പരിക്കൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല. ഹാഷ്മി, ഓക്കെ, അത് വല്ലാത്ത മറിച്ചിലായി പോയി. അവിടുന്ന് ഇറങ്ങി വന്ന് നിയന്ത്രണം വിട്ടെന്തോ, എനിക്കൊന്ന് ചെളി എന്തോ ആണെന്ന് തോന്നുന്നു. നിയന്ത്രണം വിട്ട് വലിയ വാഹനം ടിപ്പർ വലിയ വേഗതയിലായിരുന്നില്ല, നല്ല ചെളിയായിരുന്നു തോന്നുന്നു. സ്ലിപ്പറി ആയി കിടക്കുകയാണെന്ന് തോന്നുന്നു. അതുവഴി ഇറങ്ങി വന്നത് എനിക്ക് തോന്നുന്നു ഈ ചെങ്കൽ നിറച്ച ലോറിയാണ്, ഭാരമുള്ള ലോറിയാണ്. അത് അങ്ങോട്ട് വന്ന് വല്ലാത്ത രീതിയിൽ ഇടം വലം എന്ന് പറഞ്ഞ് അടിച്ചു കുത്തി മറിഞ്ഞു അത്. പക്ഷേ ഭാഗ്യം ഡ്രൈവർക്ക് ഏതെങ്കിലും അതിൽ പരിക്കുകളൊന്നുമില്ല ഈ അപകടത്തിൽ എന്ന് പറയുന്നത് അത്ഭുതമാണ്. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. ലോറി എന്താണ് നിവർത്തിയിട്ടൊക്കെ ഉണ്ടാവണം ഇതിനോടകം. ഗോകുൽ കെ വേണുഗോപാലാണ് ആ വാർത്തയുടെയും ആ ദൃശ്യങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.